ആ കാണുന്നതാണ് ഐലൻഡ്. അരമണിക്കൂറോളം കടലിൽ കൂടെ യാത്രയുണ്ട്. നടുക്കായതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഒരു പറയാലോ, എനിക്കിത് കണ്ട അനാർക്കലിയിലെ സീൻസ് ആണ് ഓർമ്മ. ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മൂകാംബിക പോകണം എന്നുള്ളത്. അങ്ങനെ ആ യാത്രക്കിടയിൽ ഉടുപ്പി ക്ഷേത്രത്തിലും കൂടി പോവാൻ സാധിച്ചു. അവിടെ അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. അതിനുശേഷം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് മൂകാംബികയിൽ ഞങ്ങൾക്ക് വൈകിട്ട് എത്തിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയം നമുക്ക് എവിടെ പോകണം എന്നറിയാണ്ട് ഇങ്ങനെ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സെന്റ് മേരീസ് ഐലൻഡ് കണ്ടത്. ഗൂഗിൾ അതിനെ പറ്റി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ തോന്നി. അങ്ങനെ നേരെ ഐലൻഡിലോട്ട്. ആ കാണുന്നതാണ് ഐലൻഡ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വലിയൊരു ബോട്ടിൽ വേണം ഐലൻഡിലോട്ട് പോകാനായിട്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം കടലിൽ കൂടെ യാത്രയുണ്ട്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വരുന്നത്. ഞങ്ങള് കൂടാതെ വേറെ കുറെ ആൾക്കാരും പിന്നെ കുറച്ച് സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പാട്ടും ഡാൻസും എല്ലാം കാരണം നല്ലൊരു എൻജോയ് മൂഡായിരുന്നു. കടലിന്റെ നടുക്കായതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയ ബോട്ട് വന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ വലിയ ബോട്ട് അവിടെ ഐലൻഡിലോട്ട് അടുപ്പിക്കാനോ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ചെറിയ ബോട്ടിലോട്ട് ഇറങ്ങി വേണം ഐലൻഡിലോട്ട് പോവാൻ. സത്യം പറയാലോ, എനിക്കിത് കണ്ടപ്പോൾ അനാർക്കലിയിലെ സീൻസ് ആണ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ബോട്ട് പോകുന്നു. അങ്ങനെ സെന്റ് മേരീസ് ഐലൻഡ് എത്തി. പക്ഷെ പ്രതീക്ഷ പോലെ അത്രയ്ക്ക് വലിയ ഗുമ്മൊന്നും ഉണ്ടായില്ല കേട്ടോ. സാധാ ഒരു ബീച്ച് പോലെ തന്നെയായിരുന്നു ആദ്യം തോന്നിയത്. പിന്നെ ഞങ്ങള് ഓരോ സ്ഥലത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഐലൻഡിന്റെ ശരിക്കുള്ള ബ്യൂട്ടി കാണാൻ സാധിച്ചത്. അത്രയ്ക്കും വളരെ മനോഹരമായിരുന്നു ആ ഒരു സീനറീസ്. സത്യം പറയാലോ, ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത്രയും നല്ല സ്ഥലം കാണുമ്പോൾ ആരായാലും ഫോട്ടോ എടുക്കാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ ഞാനും കുറെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ചുനേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം വന്ന പോലെ തന്നെ കരയിലോട്ട് പോയി. ആരെങ്കിലും ഉടുപ്പി മൂകാംബികയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനും കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ.